ഹലോ ഹലോ അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാലേ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിശുക്ക് കാണിക്കേണ്ട കേട്ടോ. ഒന്ന് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യം പറയുന്നത് വെച്ചാൽ അവസാനം പറഞ്ഞ് അത്ര എഫക്റ്റ് കിട്ടുന്നില്ല. എനിവേ, അപ്പോൾ ഇന്ന് നമ്മൾ ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് നമ്മൾ എല്ലാ ഫോമുലയും കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സസൈസ് ചെയ്യാമേ. ക്ലാസ് 8ൻ്റെ ആണ്. അപ്പോൾ ഇതുവരെയുള്ള ഫോമുലാസ് എന്ന് വെച്ചാൽ അത് 7th-കാർക്കും ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ക്ലാസ് പറയാറുള്ളത്. അടുത്തത് ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. ഈ ക്യൂബോയിഡും ക്യൂബോയിഡിൻ്റെയും ക്യൂബിൻ്റെയും നമുക്ക് ഒരുമിച്ചങ്ങ് പഠിക്കാം കേട്ടോ. ക്യൂബോയിഡിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ, ക്യൂബിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, അപ്പം ആദ്യം ക്യൂബോയിഡിൻ്റെ. അപ്പോൾ ക്യൂബോയിഡ് നിങ്ങളെല്ലാവരും ഒരു ക്യൂബോയിഡൊക്കെ ഉണ്ടാക്കണം. ഓക്കെ, ക്യൂബോയിഡ് ബോക്സ് ഒരുപാട് കിട്ടുമല്ലോ അല്ലേ. നമുക്ക് സോപ്പിൻ്റെ ബോക്സ് ഉണ്ട് അല്ലേ, പേസ്റ്റിൻ്റെ ബോക്സ് ഉണ്ട്, ക്യൂബോയിഡൽ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഈ ക്യൂബോയിഡൽ ഷേപ്പിൻ്റെ ക്യൂബോയിഡിൻ്റെ എല്ലാ ഫേസസും റെക്റ്റാങ്കിൾ ആണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ഇനി ടോട്ടൽ എത്ര ഫേസ് ഉണ്ട് ഞാൻ നമ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. 1 2 3 4 5 6 ഇട്ടില്ലേ, 5 6 ഫേസസ് ഉണ്ട്. അപ്പം ക്യൂബിനും 6 ഫേസ് തന്നെയാണ് കേട്ടോ. അപ്പം അത് കമ്പൈൻ ചെയ്ത് പഠിച്ചോളണം. അപ്പം ഇനി ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഫേസും സെയിം ആണ്. അപ്പം ഈ ഏരിയ തന്നെ ആയിരിക്കും ഇപ്പുറത്തെ ഏരിയ. ഇനി ഈ ഫേസും സെയിം ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലേ. അതുപോലെ ഈ ഫേസും ടോപ്പ് ഫേസും ബോട്ടം ഫേസും സെയിം ഏരിയ ആണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ഓരോരോ ഫേസ് ആയിട്ട് എടുക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു ടോട്ടൽ സർഫസ് ഏരിയക്ക് TSA, ഷോർട്ട് ഫോം ഈസ് TSA of a cuboid is equal to ഇവിടെ. ഓക്കെ, അപ്പം ഫസ്റ്റ് ഫേസിൻ്റെത് നമുക്ക് റെക്റ്റാങ്കിളിൻ്റെ ഏരിയയുടെ ഫോമിൽ അറിയില്ല, ലെങ്തിൻ്റെ ബ്രെഡ്ത്ത് ആണല്ലേ. അപ്പോൾ ഇവിടുത്തെ ലെങ്ത് ഞാൻ എല്ലാം കൊടുത്തേക്കാണ് L ഇനി ഇതിപ്പോൾ ഈ റെക്റ്റാങ്കിളിൻ്റെ ഒരു ലെങ്തും ഒരു ബ്രെഡ്ത്തും ആയി. അപ്പോൾ ഈ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഈ ക്യൂബോയിഡിൻ്റെ ഹൈറ്റാണ്. അതുകൊണ്ടാണ് H എന്ന് കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ L×H ആണ്. പ്ലസ് അപ്പോൾ ഈ ഫേസും സെയിം ആണ്. അപ്പോൾ L×H എന്ന് കൊടുക്കുകയാണ്. L×H പ്ലസ് അപ്പോൾ ഈ 2 ഫേസുമായി. ഇനി മൂന്നാമത്തെ ഫേസ്, ഇത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിൻ്റെ ആകുമ്പോഴത്തേക്ക് ഇത് ലെങ്ത്തും ഇത് ബ്രെഡ്ത്തും ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ H ആണ്. ഇതിൻ്റെ ക്യൂബോയിഡിനെ സംബന്ധിച്ചത് ഹൈറ്റ് ആണ്. അപ്പോൾ നമുക്ക് ബേസ് ലെങ്ത് ഞാൻ H ആദ്യം കൊടുക്കാം. H×B ആയാലും B×H ആയാലും സെയിം തന്നെയാണ് അല്ലേ, H×B. അപ്പോൾ അതും 2 പ്രാവശ്യം വരും, H×B പ്ലസ് അപ്പോൾ ഈ ഫേസും കഴിഞ്ഞ് ഇനി ടോപ്പും ബോട്ടം. അപ്പോൾ ഇതും 2 റെക്റ്റാങ്കിൾ ഷേപ്പാണ്. അപ്പോൾ ഈ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ 4 ഇവിടെ ഇട്ടേക്കുന്നല്ലേ, ടോപ്പ് ഇട്ടേക്കുന്ന ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ ഇത് റെക്റ്റാങ്കിൾ ആകുമ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും അവിടെ L-ഉം B-യും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയും L-ഉം B-യും തന്നെയാണ്. ഓക്കെ, L×B പ്ലസ് L×B ഇത്രയുള്ള ടോട്ടൽ സർഫസ് ഏരിയ. അത് നന്ന് അറേഞ്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, ഈസ് ഈക്വൽ ടു L×H ഞാൻ LH എന്ന് കൊടുക്കണം കേട്ടോ. പ്ലസ് LH തന്നെയാണ്, പ്ലസ് HB പ്ലസ് L×Bക്ക് LB പ്ലസ് LB എന്ന് കൊടുക്കണം. ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് അറിയാലോ, ലൈക്ക് ടേംസ് ആഡ് ചെയ്യാനൊക്കെ അറിയാമല്ലോ. x+x ആണെങ്കിൽ x² അല്ല 2x ആണ്. അതായത് ഒരു എക്സും കൂടെ 2x. ഓക്കെ, ഒരു XYയും പ്ലസ് XY മീൻസ് 1x. അപ്പോൾ 2XY ലൈക്ക് ടേംസിൻ്റെ അഡീഷൻ. ഓക്കെ, ലൈക്ക് ടേംസിൻ്റെ അഡീഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പവറും വേരിയബിളും സെയിം ആയിരിക്കണം, പവറും സെയിം ആയിരിക്കണം. അങ്ങനെ വരുന്നതാണ് ലൈക്ക് ടേംസ്. അപ്പോൾ ഇവിടെ LH പ്ലസ് LH 2LH ഈക്വൽ 2LH പ്ലസ് HB പ്ലസ് HB 2HBയോ BHO ഒക്കെ കൊടുക്കാം പ്ലസ് 2LB. ഓക്കെ, അപ്പോൾ ഇനി എല്ലാത്തിനും കോമൺ ആയിട്ട് 2 ഉണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ ഞാൻ 2 കൊടുക്കണം കേട്ടോ, റെഡ് ഇട്ട് കൊടുത്തിട്ട്
ഇതാണ് നമ്മുടെ ഫോർമുല 2 ഇൻറ്റു. ഇനി ഇവിടെ പഠിക്കാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. എളുപ്പത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മുടെ സാധാരണ ക്യൂബോയിഡൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊന്ന് സൈഡിൽ എഴുതിയതാണ്. ഓക്കെ, LBH ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. 3 ഡയമെൻഷൻ, 3 മെഷർമെന്റ്സ്, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. അപ്പോഴത്തേക്ക് ഇനി ഇവിടെ നമുക്ക് എളുപ്പം പഠിച്ചു കഴിഞ്ഞാൽ LB ആദ്യം കൊടുക്കുക. അപ്പോൾ ഇവിടെ ലാസ്റ്റിലാണ് കിടക്കുന്നത് കേട്ടോ. 2 ഇൻറ്റു LB. ഓക്കെ, LB പ്ലസ് ഇനി BH. ഓക്കെ, BH. അപ്പോൾ BH എവിടെ കിടക്കുന്നത്? HBയും BHും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോഴത്തേക്ക് BH കൊടുത്തിട്ട് പ്ലസ് ഇനി LH ആവുന്നത്. അത് എന്ത് ചെയ്യണം ഇവിടെ? LB, BH, HL ഇങ്ങനെ കൊടുത്താൽ നമുക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കും. LBH പറഞ്ഞാൽ LB പ്ലസ് BH പ്ലസ് HL. LH എന്ന് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. HL. പിന്നെ അവിടെ ഒരു കാര്യം കൂടെ വെച്ചാൽ ഇവിടെ ബിയിൽ എൻഡ് ചെയ്യുന്നു, ഇവിടെ ബിയിൽ സ്റ്റാർട്ട്, ഇവിടെ HL എൻഡ് ചെയ്യുന്നു, HL സ്റ്റാർട്ട് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും മൈൻഡിൽ ശരിയാക്കി പഠിക്കാം. ഇതാണ് നമ്മുടെ ഫോർമുല, ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. നമ്മൾ നേരത്തെ പഠിച്ച ഫോർമുലയെല്ലാം ഹാഫ് വരും അല്ലേ ഇവിടെ? ഓക്കെ, ടീച്ചർ എഴുതി വെച്ചിരുന്നല്ലോ. എല്ലാ ഫോർമുലയും കൂടെ ഒറ്റ ഷോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനകത്ത് ട്രയാങ്കിൾ തൊട്ട് ട്രയാങ്കിളിന് ഹാഫ് ഉണ്ട്, ട്രപ്പീസിന് ഹാഫ് ഉണ്ട്, പിന്നെ റോംബസിന്റെ ഡയഗണൽസ് ആകുമ്പോഴും ഹാഫ് ഉണ്ടല്ലേ. എനിവേ ഇവിടെ ഹാഫ് അല്ല, ഇവിടെ ട്വൈസ്. ഇവിടെ ട്വൈസ് ഓർമ്മിക്കാനുള്ള എളുപ്പവഴി എന്തുവാണ്? എന്തായാലും ക്യൂബോയിഡിന്റെ ഈ 2 ഫേസും സെയിം ആണ്. അപ്പം അങ്ങനെയാണ് ഇത് 2 ഫേസ്, അങ്ങനെയാണ് ഈ 2 വരുന്നതെന്ന് ഓർമ്മിച്ചത്. ഓക്കെ, 2 LB പ്ലസ് BH പ്ലസ് HL 10 പ്രാവശ്യം എഴുതി പഠിക്കണം. ദാറ്റ് ഈസ് ദ ടോട്ടൽ സർഫസ് ഏരിയ TSA ഓഫ് എ ക്യൂബോയിഡ്. ഓക്കെ, ഇനി ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് ക്യൂബിന്റെയും കൂടെ ഇതിലങ്ങ് പഠിക്കാതെ. ഓക്കെ, അതല്ലെങ്കിൽ ഇവന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കൂടെ. ഓക്കെ, അപ്പൊ ഇനിയുണ്ടല്ലേ നമ്മളിപ്പോ ഒരു റൂമിന്റെ വാൾസ് മാത്രം പെയിന്റ് ചെയ്യണമെങ്കിൽ അപ്പൊ ഈ ടോപ്പും ബോട്ടമും വരത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഏരിയയാണ് പറയുന്നത്. ഈ വാൾസ് ഓഫ് എ ക്യാബിനോ അല്ലെങ്കിൽ വാൾസ് ഓഫ് എ റൂമോ ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വാൾസിന് പറയുന്നത് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ. അടുത്തത് ലാറ്ററൽ സർഫസ് ഏരിയ. lateral surface area. Surface area. അതിന് LSA. LSA of a cuboid ആണ്. is equal to lateral surface area. നമുക്ക് നോക്കാം. അപ്പൊ LBH ഒക്കെ ഇതേപോലെ റെഡ് ഒക്കെ ഇട്ട് എഴുതി ഒരു ബോക്സിനകത്തൊക്കെ കൊടുത്തോളാം കേട്ടോ, ഫോണിൽ പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി. ഓക്കെ, ഞാൻ സ്ഥലം ഇല്ലാത്തത് റബ്ബി. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിക്കാൻ ആദ്യമായിട്ടാണ് ടീച്ചർ വേറൊരു ക്യൂബോയിഡ് എടുത്ത് അത് മേളും താഴെയും കളർ കൊടുത്തിട്ടുണ്ട്. ഇത് ബോട്ടം ഫേസ് ആണ്, ഇത് ടോപ്പ് ഫേസ്. അവിടെ കിടക്കട്ടെ. നമുക്ക് ഈ ചുറ്റുമുള്ള ഫേസസ് ആണ് വേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് ദ ലാറ്ററൽ സർഫസ് ഏരിയ. അപ്പോൾ ലാറ്ററൽ സർഫസ് ഏരിയ ആണെങ്കിൽ നമുക്ക് ഇത് രണ്ടും സെയിം ആണ്, ഇത് രണ്ടും സെയിം ആണ്. അവിടെ അപ്പോൾ 2 വരും അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഫേസിൻ്റെത് ലെങ്ത് L കൊടുത്തിട്ടുണ്ട്, എല്ലും ഇതിന്റെ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ്, ക്യൂബോയിഡിന്റെ ഹൈറ്റ്. അപ്പോൾ L×H വരും. LH എന്ന് കൊടുക്കാനാണ് ഒരു സ്റ്റെപ്പ് കുറയ്ക്കാമല്ലോ. അപ്പോൾ LH പ്ലസ് ഇപ്പുറവും LH തന്നെ വരും. ഓക്കെ, പ്ലസ് ഇനി ഈ ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ബ്രെഡ്ത്തും ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിപ്പോൾ റെക്ടാങ്കിൾ ഇങ്ങനെ എടുക്കാം, ലെങ്ത്തും ബ്രെഡ്ത്തും ആയിട്ട് കൊടുക്കാം. ഇവിടുത്തെ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ്. അപ്പോൾ HB ആണ്. BH കൊടുക്കാം അല്ലേ? BH പ്ലസ് BH അത്രയേ ഉള്ളൂ. is equal to നമുക്കറിയാം x plus x 2x. like LH plus LH 2LH plus ഇവിടെ 2BH. ഓക്കെ, ഇവിടെ 2 കോമൺ ആയിട്ട് എടുക്കാം. is equal to 2 into LH plus BH. ഓക്കെ, 2 into LH plus BH ആണ് ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. അപ്പൊ ഇങ്ങനെയും പഠിച്ചു വെക്കണം. LH പ്ലസ് BH അല്ലേ? LBH. അപ്പൊ അത് നമുക്ക് ഓർമ്മിക്കാൻ വല്ല വഴിയുണ്ടോ? അവിടെ ഒരു സെക്കൻഡ്. അവിടെ
LBH നോക്കട്ടെ. LBH ഇവിടെ വന്നേക്കുന്നത് LH+BH ആണല്ലേ. LH+BH ആണ് വന്നേക്കുന്നത്. ഓക്കെ, അവിടെ ടോപ്പും ബോട്ടമും വരുന്നില്ല. LH+BH അതൊന്ന് കാണാൻ പഠിച്ചോ കേട്ടോടെ. LH+BH പഠിച്ചോളൂ. ലാറ്ററൽ സർഫസ് ഏരിയ. അതിന് ഇനി ഒരു വഴിയുണ്ട് കേട്ടോടെ. എന്തുവാണെന്നറിയാമോ? ഇനി ഇവിടെ നമ്മൾ സാധാരണ ഈ ഫോമുല നമുക്ക് യൂസ് ചെയ്യാം. ഇനി അടുത്തൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എച്ചും കോമൺ ആയിട്ടുണ്ടല്ലോ. രണ്ടിനും എച്ചും ഉണ്ട്. അപ്പം നമുക്ക് ശരിക്കും ഇത് 2H ഇൻറ്റു പിന്നെ ബാക്കി വരുന്ന ആൾക്കാർ Lഉം B, L+B. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു, ഇനി ഞാൻ ഈ എച്ചിനൊന്ന് ഇപ്പുറം കൊണ്ടുപോകണം. പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ 2Hനൊന്ന് അപ്പുറത്തോട്ട് കൊണ്ടുപോവേണേ. 2 ഇൻറ്റു L+B അവിടെ കൊടുത്തിട്ട് H ഇവിടെയും കൊടുക്കുന്നു. അപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 2 ഇൻറ്റു L+B, 2 ഇൻറ്റു L+B, 2 ടൈംസ് ലെങ്ത് പ്ലസ് 2 ടൈംസ് ബ്രെഡ്ത്ത്. ഏതിന്റെ ഫോമുലയാണ്? റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ അല്ലേ. റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ വെച്ചാൽ ലെങ്ത് തോന്നില്ലേ ഇത്. ലെങ്ത് ബ്രെഡ്ത്ത്. അപ്പൊ 2 ടൈംസ് 2L + 2B ആണ് നമ്മൾ ഫോമുല 2 ഇൻറ്റു L+B എന്ന് പഠിച്ചു വെക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ഫോമുല തന്നെ ലാറ്ററൽ സർഫസ് ഏരിയക്ക് നിങ്ങൾ 2 ഇൻറ്റു LH+BH പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. LH+BH. എന്നിട്ട് പിന്നീട് ഒരു ഫോമുലയും കൂടെ വരച്ചാൽ 2 ഇൻറ്റു L+B എന്ന് പറഞ്ഞാൽ L+B. 2 ഇൻറ്റു L+B വെച്ചാൽ ഈ ബേസിന്റെ പെരിമീറ്റർ ആണ്. ബേസ് പെരിമീറ്റർ ആയാലും ടോപ്പ് പെരിമീറ്റർ ആയാലും സെന്റർ അല്ലേ. ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. അപ്പൊ ആ ഒരു ഫോമുലയും കൂടെ പഠിച്ചോളൂ. ഈക്വൽ ടു ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ടീച്ചർ എപ്പോഴും ഇത് ലാസ്റ്റ് എത്തുമ്പോൾ സ്ഥലം തികയത്തില്ല അല്ലേ. ഓക്കെ, ബേസ് പെരിമീറ്റർ ഇൻറ്റു ഹൈറ്റ്. ബിക്കോസ് എന്താണ്, ചിലപ്പോൾ ബേസ് പെരിമീറ്റർ ഹൈറ്റും തന്നിട്ട് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇതും കൂടെ പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, അപ്പൊ 2 ഇൻറ്റു L+. ഈ 2 ഒരു കുഴപ്പമില്ല. 2 ഇൻറ്റു L+B എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം പെരിമീറ്റർ ആണ്. 2 ഇൻറ്റു L+B ലെങ്ത് ബ്രെഡ്ത്ത് പിന്നെ ഇവിടെ ഹൈറ്റും വരും അല്ലേ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് 2 ഇൻറ്റു LH+BH പഠിക്കാൻ വല്ല വഴിയുണ്ടാടെ. ഇത് L+B. ഓക്കെ, ഇതിനകത്തത് H അങ്ങ് പോകുമ്പോഴത്തേക്ക് H വെളി വരും, Lഉം B. അപ്പൊ അങ്ങനെ ഓർമ്മിച്ചാൽ മതിയുടെ. എന്തായാലും H കോമൺ ആയിട്ട് വരും, പിന്നെ Lഉം Bയും ഉണ്ട്. ഓക്കെ, അപ്പൊ Lഉം Bയും രണ്ട് ടേമിലും ഉണ്ട്. പിന്നെ H കോമൺ ആയിട്ട് വരും. അപ്പൊ LH+BH അങ്ങനെയെങ്കിലും പഠിച്ചു. LH+BH ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ്. ഓക്കെ, അപ്പൊ ഇനി ക്യൂബിൻ്റെത് ഭയങ്കര ഈസി ആയതുകൊണ്ട് ഇതൊക്കെ ഒരു 10 ടൈംസ് എഴുതി പഠിച്ചോളൂടെ. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഫോമുല മാത്രം മതി കേട്ടോ. ഫോമുലാസ് എല്ലാം ഒരു വൈറ്റ് ഷീറ്റ് ഓഫ് പേപ്പറിനകത്ത് എഴുതി വെച്ചോളൂ. ടീച്ചർ ഒരു ഷോർട്സ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഫോമുലാസ് ഇൻ വൺ ഷോർട്ട് എന്നും പറഞ്ഞു. ഓക്കെ, നിങ്ങളും കണ്ടോ അത് ഇതേപോലെ എഴുതിയാൽ മതി കേട്ടോ. ഇങ്ങനെ റെക്റ്റാങ്കിൾ, പാരലോഗ്രാം, ട്രയാങ്കിൾ, സ്ക്വയർ, ട്രപ്പീസിയം, പാരലോഗ്രാം, വീണ്ടും പാരലോഗ്രാം അല്ല അത് റോംബസ് ആണ്. റോംബസിന്റെ ഡയഗണൽ തന്നാൽ വേറെ ഫോമുല. അപ്പൊ ഇതേപോലെ തന്നെ എഴുതി അതിച്ചിട്ട് ഷോർട്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി ക്യൂബിന്റെയും കൂടെ അങ്ങ് പറഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, അടുത്ത ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്. ക്യൂബിന്റെ നമ്പർ ഓഫ് ഫേസസ് 6 ആണെന്ന് നമുക്കറിയാം.
ഇനി ഇവളുടെ ഫേസ് എല്ലാം തന്നെ സ്ക്വയർ ഷേപ്പാണ് അല്ലേ. സ്ക്വയറിന്റെ ഏരിയ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. സ്ക്വയറിന്റെ ഏരിയ എന്താണ്? സൈഡ് ഇൻറ്റു സൈഡ്. സൈഡ് ഇൻറ്റു സൈഡ് ചില സ്കൂളുകളിൽ സൈഡ് എ കൊടുത്താൽ എ ഇൻറ്റു എ, ഓക്കെ, ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. ചില സ്കൂളുകാർ ലെങ്ത് ഓഫ് വൺ സൈഡ് എൽ ഇൻറ്റു എൽ കൊടുക്കുകയാണെങ്കിൽ എൽ സ്ക്വയർ. അത് നിങ്ങൾ ടീച്ചർമാർ ഏതാ തരുന്നത് അതനുസരിച്ച് പഠിക്കണം. ഓക്കെ, ടെക്സ്റ്റിൽ എ സ്ക്വയർ ആണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഒരു ഫേസിന്റെ ഏരിയ എ സ്ക്വയർ. എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. അപ്പൊ എത്ര കിട്ടും? 6a സ്ക്വയർ അല്ലേ. അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ്, അതായത് TSA ഓഫ് എ ക്യൂബ് ഈസ് ഈക്വൽ ടു ഒരു ഫേസിന്റെ എ സ്ക്വയർ ആണ്. അപ്പൊ നമുക്ക് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ 1 2 3 4 5 6. ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് 6x കൊടുക്കില്ല. അതേപോലെ തന്നെയാണ് എ സ്ക്വയർ പ്ലസ് 1 2 3 4 5 6 a സ്ക്വയർ ആണ് ഫോർമുല. ഓക്കെ, അതല്ലെങ്കിൽ നമുക്കറിയാം ഒരു ഫേസിന്റെ ഏരിയ എ സ്ക്വയർ ആണെങ്കിൽ 6 ഫേസിൻ്റെത് 6 ഇൻറ്റു എ സ്ക്വയർ 6a സ്ക്വയർ. അപ്പൊ അത് ഈസി അല്ലേ. ഓക്കെ, ഇനി ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡിൽ വരുന്ന മാത്രം, ടോപ്പും ബോട്ടമും വരത്തില്ല. അതാണ് ടീച്ചർ ഇങ്ങനെ കളർ കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കി, ഇവിടെയും നമുക്ക് ഭയങ്കര ഈസിയാണ്. ഇത് എ സ്ക്വയർ അല്ലേ, ഒരു ഫേസിന്റെ എ സ്ക്വയർ. അപ്പൊ എത്ര ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ് ഉള്ളത്? 1 2 3 4 ഫേസസ് ആ ഉള്ളത്. അപ്പൊ 4 ഇൻറ്റു എ സ്ക്വയർ. ലാറ്ററൽ സർഫസ് ഏരിയ ഓഫ് എ ക്യൂബ് ഇസ് ഈക്വൽ ടു, ഇതാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോർമുല പഠിക്കാൻ കേട്ടോ, ഇസ് ഈക്വൽ ടു 4a സ്ക്വയർ. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുണ്ട്, ബിക്കോസ് ഇറ്റ്സ് വെരി ഈസി അല്ലേ. ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ ഇനി നമ്മുടെ സിലിണ്ടറാണ്. സിലിണ്ടറും കൂടെ ആകുമ്പോഴത്തേക്ക് എല്ലാ ഫോർമുലയും കഴിയും. പിന്നെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. 8th സ്റ്റാൻഡേർഡിൻ്റെ ആണ് പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. Okay, bye bye. See you in the next video.